ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 50ഓളം അടിസ്ഥാന വിവരങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുക. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനും സൗകര്യം നൽകുന്ന നിക്ഷേപ രീതി. കറന്റ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം. കറന്റ് ഡെപ്പോസിറ്റ് രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യാപാരികളും വ്യവസായികളും. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്ന നിക്ഷേപ രീതി. റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ച നിക്ഷേപ രീതി. ഫിക്സഡ് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം. സ്ഥിര നിക്ഷേപത്തിൽ പലിശ നിരക്ക് കണക്കാക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നിക്ഷേപത്തിന്റെ കാലാവധി. പണം കൈവശം വയ്ക്കാതെ കാർഡുപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന കാർഡുകൾ അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് മണി. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി ബാങ്കുകൾ ഒരുക്കുന്ന സംവിധാനം. ലോക്കർ സൗകര്യം. പണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യം. ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യം. മെയിൽ ട്രാൻസ്ഫർ. അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ബാങ്കുകൾ നൽകുന്ന ഒരു വായ്പാ രീതി. ഓവർ ഡ്രാഫ്റ്റ്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. സാധന സേവനങ്ങളുടെ വിലയിലുണ്ടാകുന്ന തുടർച്ചയായ വർധനവിന് പറയുന്നത് വിലക്കയറ്റം, ഇൻഫ്ലേഷൻ. സാധനങ്ങളും സേവനങ്ങളും നിരന്തരം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയ. വ്യാപാരം. വ്യാപാരവും വ്യാപാരത്തെ സഹായിക്കുന്ന ഘടകങ്ങളായ സംഭരണം, ഗതാഗതം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, പരസ്യം, വാർത്താവിനിമയം എന്നിവയും ചേർന്നത്. വാണിജ്യം. കയ്യിൽ പണമില്ലാത്ത സാഹചര്യത്തിൽ RBI ബാങ്കുകൾക്ക് നൽകുന്ന കടത്തിനുമേൽ ഈടാക്കുന്ന പലിശ നിരക്ക് അറിയപ്പെടുന്നത് റിപ്പോ നിരക്ക്. വായ്പ നൽകാൻ അവസരമില്ലാതെ പണം ബാങ്കുകളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുമ്പോൾ ബാങ്കുകളിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിന് RBI നൽകുന്ന പലിശ നിരക്ക് അറിയപ്പെടുന്നത് റിവേഴ്സ് റിപ്പോ നിരക്ക്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്, 1899. നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകൻ അപ്പു നെടുങ്ങാടി, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി
ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി 1818 കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. LIC സ്ഥാപിതമായ വർഷം 1956 സെപ്റ്റംബർ 1. LICയുടെ ആസ്ഥാനം മുംബൈ. ഓഹരി വിപണിയിലെ ഇടപാടുകാരെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ: ബുൾ ആൻഡ് ബിയർ. ഓഹരി വിപണിയിലെ ഉയർച്ചയെ സൂചിപ്പിക്കുന്ന പദം: ബുൾ. ഓഹരി വിപണിയിലെ തകർച്ചയെ സൂചിപ്പിക്കുന്ന പദം: ബിയർ. ഓഹരി വിപണിയിലെ ഗവൺമെന്റ് ഓഹരികൾ അറിയപ്പെടുന്നത്: ഗിൽഡ്. വില കൂടിയ ഓഹരികൾ അറിയപ്പെടുന്നത്: ബ്ലൂ ചിപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്: നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE സ്ഥാപിതമായ വർഷം: 1992. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം മുംബൈ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത്: നിഫ്റ്റി. കേരളത്തിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച്: കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം: 1978. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്: ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്: ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത്: സെൻസെക്സ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല: പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥാപിതമായത് എവിടെ? അകത്തേത്തറ, പാലക്കാട്. കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം: 2011. കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ വർഷം: 2013 ജൂലൈ 8. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റീജിയണൽ റൂറൽ ബാങ്ക്: കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആപ്തവാക്യം: കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക്.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ (SBT) നിലവിൽ വന്ന വർഷം 1945. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBIയിൽ ലയിച്ച വർഷം 2017 ഏപ്രിൽ 1. ATMന്റെ പൂർണ്ണരൂപം ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി ടോക്കിംഗ് ATM ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ച വർഷം 1987 മുംബൈ. ചെറുകിട വ്യവസായ യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുദ്രാ ബാങ്ക് പദ്ധതി പ്രഖ്യാപിച്ചത് എന്ന്? 2015 ഏപ്രിൽ 8. മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.